ഒത്തിരി പേര് ആകാംക്ഷയോടെ കാത്തു നിന്ന നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കാറ്റഗറി നമ്പർ 430/2024 ഇവിടെ നിങ്ങൾക്ക് കാണാം. ഡേറ്റ് 27/6/2026. ഏതാണ് ആ പോസ്റ്റ്? ഫയർമാൻ്റെ പോസ്റ്റാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ്, അതായത് നമ്മുടെ കേര ഫെഡിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സാലറി സ്കെയില് 16,500 രൂപ മുതൽ 35,700 രൂപ വരെയാണ്. OMR എക്സാം നടന്നത് 5/11/2025. ഇനി മെയിൽ ലിസ്റ്റിൽ വന്ന ആളുകളുടെ രജിസ്റ്റർ നമ്പറുകൾ നിങ്ങൾക്കിവിടെ കാണാം. 2, 4, 6, 8, 10 പേരാണ് ഇതിൻ്റെ മെയിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. അടുത്തത് സപ്ലിമെൻ്ററി ലിസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നു, നിങ്ങൾക്കിവിടെ കാണാം. സുഹൃത്തുക്കളെ, ഇതേപോലെ നിങ്ങൾ ഇനി അറിയാൻ ആഗ്രഹിക്കുന്ന കേരള PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് മടിക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കണേ. അതിൻ്റെ വിവരം കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും ഒക്കെ ഒന്ന് പരിഗണിക്കുക. നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നു. സപ്ലിമെൻ്ററി ലിസ്റ്റ് ഓരോ വിഭാഗക്കാരുടെയും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യമാണ്. അതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ ലിസ്റ്റിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലുമൊക്കെ ആകെ എത്ര പേര് വന്നു എന്നുള്ളത് നമുക്കറിയണം. ഇവിടെ ഈ കാണാം നിങ്ങൾക്ക് ഈ ഒരു പ്രോബബിലിറ്റി ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞ പോലെ 10 പേര്, സപ്ലിമെൻ്ററിയിൽ 19 പേര്, അങ്ങനെ ആകെ 29 പേരാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് PSC നിശ്ചയിച്ചിട്ടുള്ളത് എത്രയാണ് നിങ്ങൾക്കിവിടെ കാണാം. വളരെ കുഞ്ഞാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, 28 മാർക്ക്. അതായത് 28 മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ച ആളുകളാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 28 മാർക്കോ ഇതിൻ്റെ മുകളിലോ ലഭിച്ച ആളുകളാണ് മുഖ്യ പട്ടികയിൽ വന്ന ആ 10 പേര്. സോ അതാണ് കട്ട് ഓഫ് മാർക്കായിട്ട് PSC നിശ്ചയിച്ചിട്ടുള്ളത്. ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ മിക്സ് ആവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അടുത്ത വേണ്ടപ്പെട്ടവരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്